കുറി അല്ലെങ്കിൽ ചിട്ടി ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആംഗിളിൽ നല്ലതാണോ എന്ന് പലപ്പോഴും നമുക്കിവിടെ അന്വേഷണങ്ങൾ വരാറുണ്ട്. ആൾക്കാർ എൻക്വയറി ആയിട്ട് ചോദിക്കാറുണ്ട്. ഇത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കി വേണം എപ്പോഴും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവശ്യകത വരുന്നത് ഇപ്പോഴല്ല, ഒരു ലോങ് ടൈമിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം പർപ്പസിലേക്ക് വരുന്ന കാര്യങ്ങൾക്ക് കുറി ചേരുന്നത് അത്ര ഒരു നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറിയിൽ നിന്ന് വരുന്ന റിട്ടേൺ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഗ്രോത്ത് അത്ര ഒരു ബെനിഫിഷ്യൽ അല്ല ഇപ്പോഴത്തെ ഒരു സെനാരി വെച്ച് നോക്കുമ്പോൾ. അതിനേക്കാൾ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ കുറിയിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞ് ഇടയിൽ നമുക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു, നമുക്ക് പെട്ടെന്ന് അത് നിർത്തി അല്ലെങ്കിൽ അത് ലിക്വിഡേറ്റ് ചെയ്തെടുക്കാൻ കുറിയിൽ സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആംഗിൾ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിയുമ്പോൾ അത്ര ഒരു അഡ്വൈസബിൾ അല്ല. പ്ലസ് ഈ കുറിയിൽ നിന്ന് അവരൊരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ കമ്മീഷനോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എത്ര ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്നുമില്ല. ഓരോ മാസം കഴിയുമ്പോൾ ആ കുറി വിളിച്ച് പോകുന്ന തവണ വ്യവസ്ഥകൾ അങ്ങനെയുള്ളതിനനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ആംഗിളിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറി അത്ര ഒരു നല്ല നിക്ഷേപമായിട്ട് കരുതാൻ തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്കൊരു ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് ഒരു എമൗണ്ട് ഒരു ഡിസിപ്ലിനായിട്ട് മാറ്റി വെച്ച് കൊണ്ടുപോകണം, ഒരു ചെറിയൊരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഒരു ഷോർട്ട് ഡ്യൂറേഷൻ കാര്യങ്ങൾക്കൊക്കെ കുറി നോക്കുന്നത് നല്ലതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിൽ.